സോ ഹലോ ഫ്രണ്ട്സ്, അജിബിലാണ്. വെൽക്കം ബാക്ക് ടു ടെക് ആൻഡ് ആൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു പോപ്പ് ക്രാക്കറാണ്. അതായത് ഇട്ടാപ്പൊട്ടി, മലയാളത്തിൽ ഇട്ടാപ്പൊട്ടി എന്ന് പറയും. അതായത് തിരിയില്ലാത്ത പടക്കമാണ്. നമ്മൾ താഴോട്ട് എറിഞ്ഞാൽ അത് താനെ പൊട്ടും. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു സിമ്പിൾ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും. പിന്നെ നമ്മളെ ചാനലിലോട്ട് പുതിയതായിട്ട് വന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ളൊരു 3 തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ തീപ്പെട്ടി കമ്പെല്ലാം എടുത്ത് ഇതിൻ്റെ മരുന്നെല്ലാം നമുക്കൊന്ന് ചുരണ്ടി എടുക്കണം. മച്ചാന്മാരെ, അങ്ങനെ ഇതിൻ്റെ തീപ്പെട്ടി കമ്പിൻ്റെ മരുന്നെല്ലാം ഒന്ന് ചുരണ്ടി എടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിലിട്ട് പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രത്തോളം തീപ്പെട്ടി മരുന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ തരി ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് എടുത്തതിൻ്റെ മുകളിലോട്ട് വെച്ച് ഇതുപോലെ കറക്കി കൊടുത്താൽ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ തീപ്പെട്ടി കമ്പിൻ്റെ മരുന്നെല്ലാം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത തീപ്പെട്ടിയില്ലേ, തീപ്പെട്ടി കമ്പെടുത്ത തീപ്പെട്ടി, അതിൻ്റെ തീപ്പെട്ടി ഉരയ്ക്കുന്ന സ്ഥലമില്ലേ, ആ ഭാഗത്തെ മരുന്ന് നമുക്കൊന്ന് ചുരണ്ടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പിച്ചാത്തിയോ ബ്ലൈഡോ എടുത്ത് ഇതേപോലെ ഒന്ന് ചുരണ്ടി എടുക്കാം. നല്ലതുപോലെ ചുരണ്ടി എടുക്കാം. അപ്പോൾ ഇത് പൊടിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല, കാരണം പിച്ചാത്തി കൊണ്ട് തന്നെ ചുരണ്ടുന്നതുകൊണ്ട് നല്ലതുപോലെ പൊടിഞ്ഞരിയും കിട്ടുന്നത്. അങ്ങനെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് ചുരണ്ടി എടുക്കുക. അങ്ങനെ ഒരു 3 തീപ്പെട്ടിയുടെ മരുന്ന് എങ്കിലും നല്ലതുപോലെ എടുക്കുക. മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ ഇത്രത്തോളം മരുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 തീപ്പെട്ടിയുടെ മരുന്നാണ്. അപ്പോൾ നിങ്ങൾ ഇത്രത്തോളം ഒന്ന് നല്ലതുപോലെ ചുരണ്ടി എടുക്കുക. അടുത്തതായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് നേരത്തെ എടുത്തു വെച്ച മരുന്നില്ല, അതായത് തീപ്പെട്ടി കമ്പിൻ്റെ മരുന്ന് നമ്മൾ ചുരണ്ടി എടുത്തില്ലേ, ആ മരുന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഈ തീപ്പെട്ടി കമ്പിൻ്റെ ഈ മരുന്നും നമ്മുടെ തീപ്പെട്ടിയുടെ സൈഡിലുള്ള ആ മരുന്നില്ലേ, ആ രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇതേപോലെ നല്ലപോലെ ചെറിയൊരു പിച്ചാത്തെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മച്ചാന്മാരെ, ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം സൂക്ഷിച്ച് മിക്സ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 2 പൊടി ഉള്ളതുകൊണ്ട് ചേർന്ന് ഇതൊന്നും കത്താൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. അതുമാത്രമല്ല, കുട്ടികളൊന്നും ഇതൊന്നും ട്രൈ ചെയ്യാതിരിക്കുക. സൂക്ഷിച്ച് മാത്രം ഇതൊക്കെ ചെയ്യുക കുട്ടികളൊക്കെ. ഫ്രണ്ട്സ്, ഇനി നമ്മളൊരു കാര്യം കാണിച്ചു തരാം. ഇത് സാധാ തീപ്പെട്ടിയുടെ മരുന്ന് മാത്രമാണ്, അതായത് തീപ്പെട്ടി കമ്പിൻ്റെ മരുന്ന് മാത്രമാണ്. ഇത് നമുക്കൊന്ന് കത്തിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് കത്തുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു ഏകദേശം ഒരു സ്പീഡിൽ കത്തുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് എടുത്തേക്കുന്നത് നമ്മൾ ഈ 2 മിക്സ്ചറും കൂടെ മിക്സ് ചെയ്തതാണ്. ഇതൊന്ന് കത്തിച്ച് കാണിച്ചു തരാം എത്രത്തോളം സ്പീഡിലാണ് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇത്ര സ്പീഡിന് അത് കത്തി തീർന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. 2 കൈയും വെച്ച് ഇതേപോലെ ഈ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. അതായത് സിലിണ്ടർ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് പിടിച്ച് ആക്കിയെടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ അലുമിനിയം ഫോയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലുള്ള കുറച്ച് വെള്ളാരം കല്ലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ച എല്ലാ സാധനങ്ങളൊന്നും മിക്സ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ച പൊടി ആദ്യമേ ഇതേപോലെ ചെറിയൊരു അംശം മാത്രം അലുമിനിയം ഫോയിലിൻ്റെ അകത്തൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെള്ളാരം കല്ലില്ലേ, വെള്ളാരം കല്ലിൻ്റെ 5-6 പീസ് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ എടുത്തു വെച്ച പൊടിയില്ലേ, പൊടി കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതേപോലെ. അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് എയർ കയറാത്ത രീതിയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അലൂമിനിയം ഫോയിൽ ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ മടക്കിയെടുക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പേപ്പറിലും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ പോപ്പ് ക്രാക്കർ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള 4 എണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളെ ചാനലിലോട്ട് പുതിയതായിട്ട് വന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു കിട്ടുന്ന വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.